എൻ്റെ ചിന്തയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അച്ഛൻ ഒരു അറ്റാക്ക് വന്നിട്ട് അച്ഛൻ മരിക്കും. കാരണം നമ്മൾ നോർമൽ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും അതാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്ന സ്ട്രെസ്. അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് വിചാരിക്കും, ഞാനിത് നന്നായി ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് വിചാരിക്കും, ഞാൻ ഇന്ന് ഈ പൈസ കൊടുത്തില്ല, ആരും ഒന്നും വിചാരിക്കില്ല. ആരും അങ്ങനെ ഒരാൾക്ക് നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്നാണ് നിങ്ങൾ ആദ്യം മാറി നിൽക്കേണ്ടത്. സ്റ്റേജിലിരിക്കുന്ന ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ പരിചയപ്പെട്ട കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യർ, പിന്നെ വേദിയിലിരിക്കുന്ന എന്നെ കാണാനും ഈ ഹാർട്ട് ഡേയുടെ ഭാഗമായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. യൂഷ്വലി ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴും ഇത്രയും ആൾക്കാരെ ഞാൻ കാണാറില്ല. അപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ ഒരു ഹോസ്പിറ്റലിൽ വരുന്നു എന്ന് പറയുന്നത് നമുക്കത്ര സന്തോഷമുള്ള കാര്യമല്ല ജനറലി. കാരണം ഹോസ്പിറ്റലുകാർക്ക് സന്തോഷമുള്ള കാര്യമാണ്, നമുക്ക് ജനറലി സന്തോഷമുള്ള കാര്യമല്ല ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ ഒരു രോഗം വരിക എന്ന് പറയുന്നത്. എനിക്ക് രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ഇവർ ഈ പറഞ്ഞതിലും കൂടുതൽ ബന്ധമുണ്ട്. ഞാനൊരു 5-6 വർഷമായിട്ട് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സുധീറിനെ വിളിച്ചിട്ടാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സിന് അധികം എന്നെ അറിയണ്ടാവില്ല. നമ്മൾ പല ഡോക്ടർമാരെ പല പ്രാവശ്യമായിട്ട് കാണുന്നത് രാജഗിരി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത്രയും നാളുകളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഓരോ പരിപാടിക്ക് വിളിച്ചപ്പോഴും എനിക്ക് ഇതുവരെയായിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം ആദ്യമായിട്ട് വരാൻ പറ്റിയ പരിപാടി ഒരു ഹാർട്ട് ഡേ ഫംഗ്ഷൻ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും എന്നാൽ നമ്മൾ അത്ര തന്നെ അശ്രദ്ധ കൊടുക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രം നമ്മൾ ഭയങ്കര കെയർഫുൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ജനറൽ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഒരു 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞാൽ 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് മടി എന്നാലും ഞാൻ മറന്നുപോകും മരുന്ന് കഴിക്കാൻ. 2 ദിവസം കൊണ്ട് നമ്മൾ ഓക്കെ ആയല്ലോ, ഒരാഴ്ച കഴിയുമ്പം പിന്നെ ഇതേ അസുഖം പിന്നെ ചെറുതായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അന്ന് കഴിച്ചാൽ മതിയായിരുന്നു, നമ്മളത് കഴിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോഴും തന്നിട്ടുള്ള കഴിഞ്ഞ ആഴ്ച പോയി വാങ്ങിയ മരുന്ന് ഞാൻ ഇതുവരെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം മറന്നു പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലീസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഹെൽത്താണ്. നമ്മൾ ഏറ്റവും കെയർഫുൾ ആവുന്നത് നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. എനിക്ക് ഹാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരാം, എൻ്റെ അച്ഛന് ന്യൂറോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പല അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ കോവിഡിൻ്റെ സമയത്താണ് മരിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛന് അറ്റാക്ക് വന്നിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം എൻ്റെ ചിന്തയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അച്ഛൻ ഒരു അറ്റാക്ക് വന്നിട്ട് അച്ഛൻ മരിക്കും. കാരണം പല അസുഖങ്ങളുള്ള ഒരു ആള്, ഹാർട്ട് മാത്രമേ അച്ഛന് നോർമലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ അതെങ്ങനെയാണ് അച്ഛൻ ഇത്ര അസുഖം വന്നിട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഫാമിലിയിലുള്ള ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ പറയുന്നത് നമുക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനം അത് എഫക്റ്റ് ആവുന്നത് ഹാർട്ടിനെയാണ്. നമ്മൾ ഏറ്റവും നേരത്തെ പറഞ്ഞ ലീസ്റ്റ് ബോധേഡായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഒരു പ്രായം വരെ നമുക്കൊരു 30 വയസ്സ് വരെയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ആരോഗ്യമായിട്ടിരിക്കുന്ന ഒരു സ്പേസിൽ നമ്മളുള്ളൂ. ഒരു 30 വയസ്സിന് ശേഷം എപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പും ഒരു 6 മാസം കൂടുമ്പോൾ ചെക്കപ്പും ചെയ്യുന്നൊന്നും നാട്ടിലുള്ള ആൾക്കാരല്ല നമ്മൾ. കാരണം നമുക്ക് ലൈഫിൽ വേറെ പല കാര്യങ്ങൾ സാധിക്കും. കുറേ പൈസ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ കുറേ ജോലിയുടെ സ്ട്രെസ്സിലായിരിക്കും. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. അപ്പം ഇപ്പോൾ ഒരു ഹാർട്ട് ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ടും ഇങ്ങനെ ഒരു ദിവസമുള്ളത് കൊണ്ടും ഞാൻ ആൾക്കാരോട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാർട്ട് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു അസുഖമുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയുന്ന ആളാണ് ഞാൻ. അസുഖമുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടിലുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം നമ്മൾ ഒരു അസുഖം വരുമ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അവരതിനെ കൊണ്ട് സഫർ ചെയ്യുന്ന എന്താണെന്ന്. അപ്പം നമുക്ക് എല്ലാം കിട്ടുന്ന ഒരവസ്ഥയിൽ എല്ലാം
ഏബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തിന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഈ ദിവസത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 30 വയസ്സ് മുതൽ അറ്റ്ലീസ്റ്റ് 30 വയസ്സ് മുതൽ നിങ്ങളുടെ ബോഡി ചെക്കപ്പുകൾ പ്രോപ്പറായിട്ട് ചെയ്യുക. സ്ട്രെസ്സ് കുറയ്ക്കുക. ഈ പറയുന്നത് പോലെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പഠിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം അത് നമ്മളെല്ലാവരും എല്ലാ കാലത്തും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ്സ് കുറയ്ക്കാൻ പഠിക്കണം, സ്ട്രെസ്സ് മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളതൊക്കെ. നമുക്ക് ഈ പറയുന്ന പോലെ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ജോലികളിൽ നിന്ന് ബ്രേക്ക് എടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിട്ട് കുറച്ച് വീട്ടിൽ കൂടെ ഇരുന്ന് ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ നോർമൽ സിറ്റുവേഷനിലേക്ക് വരും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴത്തെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് എത്രത്തോളം എടുക്കണ്ട എന്ന് ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മളിലേക്ക് വരുന്നൊരു കാര്യവും കൂടിയാണ് സ്ട്രെസ്സ്. അപ്പം എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റും, എത്രത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ള നമ്മൾ നോർമൽ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും അതാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്ന സ്ട്രെസ്. അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് വിചാരിക്കും, ഞാനിത് നന്നായി ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് വിചാരിക്കും, ഞാൻ ഇന്ന് ഈ പൈസ കൊടുത്തില്ല. ആരും ഒന്നും വിചാരിക്കില്ല. ആരും അങ്ങനെ ഒരാൾക്ക് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്നാണ് നിങ്ങൾ ആദ്യം മാറി നിൽക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബേസിക്കലി. അപ്പോൾ ഇന്നിപ്പോൾ അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ നന്നായി സൂക്ഷിക്കുക, നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നന്നായി നോക്കുക എന്നുള്ളതാണ്. എന്നിവിടെ ഇന്ന് ക്ഷണിച്ചതിനും നിങ്ങളോടൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.